നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 15ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഗുരുത്വം, ഗുരുവിന്റെ അനുഗ്രഹമാണ് സർവ്വ വിജയങ്ങൾക്കും സർവ്വ നേട്ടങ്ങൾക്കും കാരണമാകുന്നു എന്ന സന്ദേശവുമായിട്ടാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ മുന്നോട്ട് പോയത്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമുള്ള നമ്മുടെ ജീവിതം, അന്ത്യം എന്തെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത, അവസാനം എന്തെന്ന് നിർണയിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതം ആണ് നമ്മുടേത്. എന്നാണ് നമ്മുടെ അവസാനം നമുക്കറിയില്ല. വളരെ ചുരുങ്ങിയ കാലമുള്ള ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയി യാത്രയാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറെ അറിവുകൾ, 4 തരത്തിലാണ് നമ്മൾ അറിവുകൾ ശേഖരിക്കുന്നത്, അറിവുകൾ കൈവരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന്, കുടുംബത്തിൽ നിന്ന്, അച്ഛൻ്റെയിൽ നിന്നും അമ്മയിൽ നിന്നും മുത്തശ്ശനിയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ. 2, വിദ്യാഭ്യാസം, ഗുരുക്കന്മാരിൽ നിന്ന് ഭൗതികമായി ലഭിക്കുന്ന അറിവുകൾ. 3, സുഹൃത്ത് ബന്ധങ്ങളിലൂടെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് സംശീകരിക്കുന്ന അറിവുകൾ. 4ാമത്തെ അറിവ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഇങ്ങനെ 4 അറിവുകളാണ്, 4 അറിവുകളിലൂടെയാണ് ഒരു മനുഷ്യായുസ് പൂർത്തീകരിക്കുന്നത്, മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, ഈ അറിവുകളിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുവാൻ, ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് പ്രാപ്തമാക്കുന്ന അറിവുകൾ, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പ്രാധാന്യമുള്ളതാണ്, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പ്രാധാന്യമുള്ളതാണ്, സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പ്രാധാന്യമുള്ളതാണ്. അതിൽ നിന്ന് വലിയ പ്രാധാന്യം, അതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള അറിവാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് പൂന്തോട്ടത്തിലെ മനോഹരമായ റോസപ്പൂ കാണുമ്പോൾ അത് പറിക്കാൻ വേണ്ടി, അതിന്റെ ഭംഗി കാണുമ്പോൾ പറിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ഓടിപ്പോകുമ്പോൾ അച്ഛനും അമ്മയും പറയും, മകളെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മോളെ, അത് പറിക്കുമ്പോൾ സൂക്ഷിക്കണം, മുള്ളുണ്ട്. പക്ഷെ കുഞ്ഞത് മൈൻഡ് ചെയ്യില്ല. കുഞ്ഞറിയാതെ, അല്ലെങ്കിൽ മുള്ളിന്റെ ആ മുള്ള് കൊണ്ടാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാതെ ആ റോസപ്പൂ പറിക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് മുള്ള് കുത്തിക്കൊള്ളും. അപ്പോൾ അറിയാം, ആ റോസാ ചെടിയിൽ, മനോഹരമായ റോസാപ്പൂ ഉണ്ടാകുന്ന റോസാ ചെടിയിൽ മുള്ളുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്ന അപ്പോഴാണ്. റോസാപ്പൂ പറിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് കുട്ടിക്ക് മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ അവസാന ജീവിതം വരെ, വലുതായി കഴിഞ്ഞാലും കുട്ടിയുടെ മനസ്സിൽ, കുട്ടിയുടെ ചിന്തയിൽ റോസാ ചെടിയിൽ മുള്ളുണ്ട് എന്നത് ആ മുള്ള് കുത്തിക്കൊണ്ടപ്പോൾ അനുഭവിച്ച വേദനയിൽ നിന്ന് വന്ന അനുഭവങ്ങളിലൂടെയാണ്. അതോടൊപ്പം തന്നെ ഒരു ചന്ദനത്തിരിയോ, ഒരു മെഴുകുതിരിയോ, ഒരു നിലവിളക്കോ കത്തി നിൽക്കുമ്പോൾ അതിലേക്ക് കുഞ്ഞ് കൈ കൊണ്ടുവരുമ്പോൾ അച്ഛനും അമ്മയും പറയും, കൈ പൊള്ളും. പക്ഷെ അവരില്ലാത്ത നേരത്തെ കുഞ്ഞ് വീണ്ടും ചിലപ്പോൾ ആ തീയുടെ അല്ലെങ്കിൽ അഗ്നിയുടെ അടുത്തേക്ക് കൈ പൊള്ളും. പിന്നെ ആ കുഞ്ഞിന് അവന്റെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ആ പ്രായമായി കഴിഞ്ഞ് മരണം അടയുന്നത് വരെ അവനറിയാം, തീയിൽ തൊട്ട കൈ പൊള്ളും. അങ്ങനെ ആ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന അറിവുകൾ അവരുടെ ഓരോരുത്തരുടെയും, നമ്മുടെ അവസാന കാലം വരെ നമ്മുടെ മനസ്സിൽ നിൽക്കും. നമുക്കറിയാം, ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചവർ ധാരാളമുണ്ട്. അവരുടെ ആദ്യത്തെ ശ്രമങ്ങളിൽ ഒരാൾ നേട്ടം കൈവരിച്ചിട്ടില്ല. പലവട്ടം ശ്രമിച്ച് പലവട്ടം തോൽവി അടഞ്ഞതിന് ശേഷമാണ് അവർ നേട്ടങ്ങളിലേക്ക്, വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുക. കാരണം ഓരോ തോൽവിയിലും അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ, ഓരോ തോൽവിയിൽ നിന്ന് പാഠം കൈക്കൊണ്ടുകൊണ്ട് പ്രായോഗിക സമീപനം സ്വീകരിച്ച് ആ അറിവുകളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് അതിൽ പറ്റിയ അബദ്ധങ്ങൾ മാറ്റിക്കൊണ്ട് പ്രായോഗികമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളവരാണ് ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാവരും. അപ്പൊ അനുഭവമാണ് ഗുരു എന്ന് ഒരു ചൊല്ലുണ്ട്. അപ്പൊ മഹാഭാരതത്തിലും ഈ അനുഭവങ്ങളിലൂടെ സ്വഭാവത്തിൽ കുറെ വ്യതിയാനങ്ങൾ വരുത്തിയ ഒരു രാജാവിനെ കുറിച്ച് ഉള്ള ചർച്ചകളുമായി നമുക്ക് ഇത്തവണ മുന്നോട്ട് പോകാം. അറിയാം, ഇന്ദ്രപ്രസ്ഥം ഭരിച്ചിരുന്ന, രാജസൂയ യജ്ഞം നടത്തി സർവ്വരാജ്യങ്ങളുടെയും ചക്രവർത്തിയായി സർവ്വ സൗഭാഗ്യത്തോടു കൂടി ജീവിച്ചിരുന്ന യുധിഷ്ഠിര മഹാരാജാവ് തന്റെ പത്നിയോടും തന്റെ സഹോദരന്മാരോടൊപ്പം സർവ്വ ഐശ്വര്യത്തോടു കൂടി ജീവിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ദുര്യോധന് പാണ്ഡവരുടെ ഐശ്വര്യത്തിൽ അസൂയ
അസൂയ കൊണ്ട് ദുര്യോധനൻ ഉറക്കമില്ല, ഊണില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. തന്റെ അമ്മാവനായ ശകുനിയുടെ പ്രേരണയാൽ തന്റെ പിതാവായ ധൃതരാഷ്ട്രരുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ദുര്യോധനൻ പാണ്ഡവരെ ചൂതുകളിലേക്ക് വിളിപ്പിക്കുകയാണ്. മകൻ പറഞ്ഞ വാക്ക് കേട്ട് അന്ധനായ രാജാവ് പാണ്ഡവരെ ചൂതുകളിലേക്ക് വിളിക്കുന്നു. യുധിഷ്ഠിരനറിയാം ചൂതുകളി ധാർമ്മികമല്ല. പക്ഷെ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ ചൂത് കളിക്കാൻ വിളിക്കുമ്പോൾ ആ ചൂതുകളിയെ ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന കപട സദാചാരബോധം യുധിഷ്ഠിരനുണ്ട്. നമുക്കുണ്ട് ഈ കപട അഭിമാനം, നമ്മളും ചിലപ്പോൾ ഉണ്ടാകാറില്ല. തെറ്റാണെങ്കിലും ചിലപ്പോൾ പോകേണ്ടി വരും. എന്താ? നമ്മുടെ അഭിമാനം, അതായത് കപട അഭിമാനം, കപട സദാചാരബോധം യുധിഷ്ഠിരനിൽ വന്നു. ക്ഷണം സ്വീകരിച്ചു. ഹസ്തിനപുരത്ത് ചെന്നു. കൗരവ സദസ്സിൽ വെച്ച് ചൂതുകളി ആരംഭിച്ചു. ശകുനിയുടെ കള്ളക്കളിയിൽ പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു, പാണ്ഡവരെ തന്നെ നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു. തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ അടിമകളാക്കപ്പെട്ട പാണ്ഡവർ കൗരവ സദസ്സിൽ വെച്ച് അപമാനിതരാവുകയാണ്. അവരുടെ പ്രിയപ്പെട്ട പത്നി ദ്രൗപദി വസ്ത്രാക്ഷേപത്തിന് വിധേയാകുകയാണ്. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹമില്ലെങ്കിൽ ദ്രൗപദിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. ഭയാനകമല്ലേ? അങ്ങനെ അപമാനിതരായി നിൽക്കുകയാണ് പാണ്ഡവരും ദ്രൗപദിയും ഒക്കെ. ആ സമയത്ത് അന്ധനായ രാജാവിന് തോന്നി പാണ്ഡവരോടുള്ള ചതി തന്റെ മക്കളുടെ അവസാനത്തിന് ഇടയാക്കുമെന്ന് ആ അന്ധനായ രാജാവിന് മനസ്സിലായി. വിദൂരന്റെയും ഗാന്ധാരിയുടെയും ഭീഷ്മരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണ് ആ അന്ധൻ സ്വീകരിക്കുന്നത്. പാണ്ഡവരെ മോചിപ്പിക്കുന്നു. അപമാനിതരായ പാണ്ഡവർ പോവുകയാണ് രാജധാനിയിലേക്ക്. വീട് കിട്ടിയ സൗഭാഗ്യം അച്ഛൻ നശിപ്പിച്ചതറിഞ്ഞ് ദുര്യോധനൻ കോപാകുലനാകുകയാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. അന്ധമായ പുത്രസ്നേഹത്താൽ ധൃതരാഷ്ട്രർ വീണ്ടും തളരുകയാണ്. വീണ്ടും പാണ്ഡവരെ വിളിപ്പിക്കുന്നു. ചൂത് കളിക്കാൻ ആവശ്യപ്പെടുകയാണ്. പന്തയമായിട്ട് പറയുന്നത് വിജയിക്കുന്നവന് രാജ്യവും പരാജയപ്പെടുന്നവന് വനവാസവും. യുധിഷ്ഠിരൻ നമുക്കറിയാം വീണ്ടും അദ്ദേഹത്തിന് കപട സദാചാരബോധം വീണ്ടും വരികയാണ്, ഉടലെടുക്കുകയാണ്. സ്വീകരിക്കുന്നു ഭക്ഷണം. ദുര്യോധനൻ ആഗ്രഹിച്ച പോലെ കള്ളക്കളിയില് ശകുനി പാണ്ഡവരെ തോൽപ്പിക്കുന്നു. രാജ്യം നഷ്ടപ്പെട്ട, സ്വത്ത് നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട പാണ്ഡവർ പത്നിയോടൊപ്പം കാട്ടിലേക്ക് പോകുകയാണ്. ഈ വനവാസകാലം യുധിഷ്ഠിരനിൽ ചില വീണ്ടു വിചാരങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില മനംമാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും. തന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരണം. ശിശുസകലമായ നിഷ്കളങ്കത ഉണ്ടായിരുന്ന യുധിഷ്ഠിരന്റെ മനസ്സ് രാജ്യം നേടിയെടുക്കാൻ, അധികാരം നേടിയെടുക്കാൻ ആ മനസ്സിൽ ചില മാറ്റങ്ങൾ വരികയാണ്. ആ നിഷ്കളങ്കതയൊക്കെ കുറച്ച് പോകുന്നത് മഹാഭാരതത്തിലെ തുടർന്നുള്ള രംഗങ്ങളിൽ കാണാം. നമ്മുടെ പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ സമീപത്തുള്ള രാജ്യങ്ങളേക്ക് ആശ്രയിച്ചു, അല്ലെങ്കിൽ അവരെ സമീപിച്ചു. തങ്ങളെ സഹായിക്കണം, തങ്ങളുടെ കൂടെ നിൽക്കണം. നമുക്കറിയാം ഇന്ന് ലോക യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ ഓരോ രാജ്യവും മറ്റു പല രാജ്യങ്ങളെയും തങ്ങളുടെ സഹായത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു രംഗമുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം. അതുപോലെ ധാർത്തരാഷ്ട്രന്മാരും ദുര്യോധനന്റെ ടീമും യുധിഷ്ഠിരന്റെ പാണ്ഡവരും ഓരോ രാജ്യങ്ങളെ സമീപിക്കുകയാണ്. അങ്ങനെ രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഓരോ സേനകളിൽ ചേരുന്നു. പാണ്ഡവർ നമുക്കറിയാം യുധിഷ്ഠിരനും ഭീമസേനും അർജുനനും കുന്തിപുത്രന്മാരാണെങ്കിൽ നകുലനും സഹദേവനും പാണ്ഡവന്റെ മറ്റൊരു പത്നിയായ മാദ്രിയുടെ പുത്രന്മാരാണ്. ആ മാദ്രിയുടെ സഹോദരനും നകുല സഹദേവന്മാരുടെ അമ്മാവനുമായ ശല്യർ പാണ്ഡവ സേനയിൽ ചേരുവാൻ വേണ്ടി സൈന്യത്തോടു കൂടി വരികയാണ്. ഇതറിഞ്ഞ ദുര്യോധനൻ വഴിയിൽ വെച്ച് ശല്യരെ തടയുന്നു. കേണപേക്ഷിച്ചുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി ശല്യരെ തങ്ങളുടെ കൂടെ കൂട്ടുകയാണ്. പാണ്ഡവ സേനയിലേക്ക് പോയ ശല്യരുടെ സേനയെ ദുര്യോധനൻ തന്റെ സേനയിലേക്ക് കൊണ്ടുവരുന്നു. ഇതറിഞ്ഞ യുധിഷ്ഠിരൻ ശല്യരെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ. അവിടെ യുധിഷ്ഠിരൻ അമ്മാവനോട് പറയുകയാണ്, അമ്മാവന്റെ തീരുമാനമൊക്കെ ശരി. അമ്മാവൻ ദുര്യോധനന്റെ ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചു, ഇനി ഞാൻ അത് മാറ്റാൻ പറയില്ല. പക്ഷെ ഞാൻ ഒന്ന് ആവശ്യപ്പെടുകയാണ്. യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ കർണന്റെ തേര് തെളിച്ചുകൊണ്ട് അമ്മാവൻ യുദ്ധഭൂമിയിൽ വരികയാണെങ്കിൽ
അവിടെ അർജുനനും കർണനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ കർണനെ ഇകഴ്ത്തുന്ന, കർണനെ മോശക്കാരനാക്കുന്ന, കർണനെ തളർത്തുന്ന വാക്കുകൾ കൊണ്ട് വാക്കുകൾ അമ്മാവൻ അവിടെ ഉപയോഗിക്കണം. കർണന്റെ മനോവീര്യം ഇല്ലാതാക്കണം. ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശല്യരത് യുധിഷ്ഠിരന്റെ ആ ആഗ്രഹം സ്വീകരിക്കുന്നു. പിന്നെ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനുമായി കർണൻ ഏറ്റുമുട്ടപ്പോൾ പേരാളായി നിൽക്കുന്ന ശല്യരാണ് കർണനെ ഇകഴ്ത്തുന്ന വാക്കുകൾ ഉപയോഗിച്ച്, കർണനെ മോശക്കാരനാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് സൂതപുത്രൻ എന്നും അർജുനേക്കാൾ കഴിവില്ലാത്തവനാണ് നീ എന്നും അർജുനെ ജയിക്കാൻ നിനക്ക് സാധിക്കില്ല എന്നുമുള്ള മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കർണന്റെ മനോവീര്യം തകർക്കുന്ന ശല്യരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർണന്റെ അവസാനത്തിന് അതൊരു കാരണമായി തീർന്നിട്ടുണ്ടാകാം. അവിടെയാണ് യുധിഷ്ഠിരന്റെ രാജതന്ത്രജ്ഞ എതിർ സേനയിലേക്ക് കയറി എതിർ സേനയിലുള്ളവരെ തമ്മിൽ മറ്റേതൊരു ആയുധത്തെക്കാളും വലിയ ആയുധമായ വാക്കെന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് എതിർ സേനയെ നശിപ്പിക്കുന്ന ഒരു രാജതന്ത്രജ്ഞന്റെ, ഒരു രാജാവിന്റെ തന്ത്രം യുധിഷ്ഠിരൻ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മറ്റൊരു രംഗം യുധിഷ്ഠിരന്റെ സമീപനം നമ്മൾ കാണിക്കുന്നുണ്ട്. ധർമ്മപുത്രനാണ് യുധിഷ്ഠിരൻ, കള്ളം പറയില്ല എന്ന് പറഞ്ഞേക്കണത്. പക്ഷെ ദ്രോണാചാര്യർ കൗരവസേനയെ നാശമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദ്രോണാചാര്യരെ വധിക്കുന്നതിന് വേണ്ടി ഒരാനയ്ക്ക് ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥമാവിന്റെ പേരിട്ട് അശ്വത്ഥം ആ ആനയെ ഭീമസേനൻ കൊന്ന് കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ യുദ്ധം ചെയ്യുന്ന ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, അശ്വത്ഥമാ മരിച്ചു. ഉറക്കെ പറയുകയാണ്, അശ്വത്ഥമാ മരിച്ചു. അതൊക്കെ പറയുന്ന ആനയാണ്. അത് കേൾക്കുന്നില്ല ദ്രോണാചാര്യർ. തന്റെ മകൻ മരിച്ചത് ആ വാർത്ത അത് പറഞ്ഞതാര്? ധർമ്മപുത്രൻ, ധർമ്മത്തിന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ധർമ്മപുത്രനായ യുധിഷ്ഠിരനാണ് പറഞ്ഞത്. ദ്രോണാചാര്യ തളർന്നു പോകുന്നു, ആയുധം മാറ്റിവെച്ച് നിരായുധനായിരിക്കുന്നു. ആ സമയത്താണ് ദ്രൗപദി സഹോദരനായ ദൃഷ്ടദമനൻ ദ്രോണാചാര്യ ശിരസ് അറക്കുന്നത്. ഇവിടെയും ധർമ്മപുത്രർ യുധിഷ്ഠിരന്റെ നിലപാട് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ധർമ്മപുത്രൻ എന്ന പേരുള്ള യുധിഷ്ഠിരൻ ചെയ്ത് മുഴുവൻ ശരിയാണോ എന്ന് വിമർശിക്കപ്പെടുന്ന, വിമർശന വിധേയമായി കൊണ്ട് ഇന്നും ഇരിക്കുന്ന രണ്ട് രംഗങ്ങളാണത്. അതിലേറ്റവും പ്രധാനം ദ്രോണാചാര്യരുടെ മരണം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട, രാജതന്ത്രജ്ഞൻ എന്ന നിലയില്, രാജാവ് എന്ന നിലയില് തന്റെ സേനയെ തന്റെ പക്ഷത്തെ വിജയിപ്പിക്കുവാൻ, താനും തന്റെ പത്നിയും തന്റെ സഹോദരന്മാരും അനുഭവിച്ചതിന് മറുപടി കൊടുക്കുവാൻ, ഇതൊക്കെ പ്രായോഗിക സമീപനമാക്കി യുധിഷ്ഠിരൻ എടുക്കേണ്ടി വന്നു. യുധിഷ്ഠിരൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന ചർച്ചയ്ക്ക് ഞാൻ ഇവിടെ കാര്യമില്ല. പക്ഷേ രാജ്യം നേടിയിട്ടും പിന്നീടുള്ള 36 വർഷം യുധിഷ്ഠിരന് മനസമാധാനത്തോടു കൂടി ഭരിക്കാൻ സാധിച്ചില്ല എന്നത് മഹാഭാരതത്തിന്റെ പിൻപുറത്ത് പറയുന്നതാണ്. ഇത്രയൊക്കെ നേടിയിട്ടും യുധിഷ്ഠിരന് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലക്ഷ്യമാർഗത്തെ സദൂകരിക്കുമെന്നൊരു വാചകമുണ്ട്. ലക്ഷ്യത്തിനായി മാർഗങ്ങളിൽ അധർമ്മം നശിപ്പിക്കുവാൻ ചിലപ്പോൾ ധാർമ്മികമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് മഹാഭാരതം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, വർത്തമാന കാലവുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നമ്മുടെ നാട് ഇന്നൊരു വലിയ യുദ്ധത്തിന്റെ പുറത്താണ്. അടുത്ത 5 വർഷത്തേക്ക് ഈ സംസ്ഥാനം ഭരിക്കേണ്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ മഹാഭാരതവുമായി നമുക്ക് ഈ വർത്തമാന രാഷ്ട്രീയവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പാണ്ഡവ സേനയിൽ ചേരാൻ പോയ ശല്യരെ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഈ ദുര്യോധന തന്റെ സേനയിൽ ചേർക്കുന്നതും, ദുര്യോധന സേനയിൽ പരസ്പരം വാചക കസർത്തുകൊണ്ട് അവിടെ വിള്ളലുണ്ടാക്കാൻ യുധിഷ്ഠിരൻ ശ്രമിക്കുന്നതും സമകാലീന രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒട്ടേറെ അനുകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ലേ? എതിർപക്ഷത്തുള്ളവരെ റാഞ്ചിയെടുക്കുന്ന, എതിർപക്ഷത്ത് വിള്ളലുണ്ടാക്കുന്ന, അങ്ങനെ ആ സമീപനങ്ങൾ ദുര്യോധനൻ ചെയ്തതും ശല്യന് റാഞ്ചിയെടുത്തതും യുധിഷ്ഠിരൻ ആ സേനയിൽ വിള്ളലുണ്ടാക്കാൻ പരസ്പരം പോരടിപ്പിച്ചതും ഒരേ സേനക്കാരെ തമ്മിൽ പരസ്പരം വെല്ലുവിളിപ്പിച്ചതും ഒക്കെ ഇന്നും മാറാതെ നിൽക്കുകയാണ്. ഇവിടെയാണ് ഒരു വിശേഷ മഹാഭാരതത്തെ കുറിച്ച് പറയാനുള്ളത്. പണ്ട് പൂർവികർ പറഞ്ഞൊരു വിശേഷണമുണ്ട്, മഹാഭാരതത്തിലുള്ളതെല്ലാം എല്ലായിടത്തും കാണാൻ സാധിക്കും.
ഇതിലില്ലാത്തത് എവിടെയും കാണാൻ സാധിക്കില്ല. രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് കാണുന്നത് 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസനാൽ സൃഷ്ടിക്കപ്പെട്ട മഹാഭാരതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുമാണ്. നല്ലതും ചീത്തയും ഉണ്ടാകാം. രാജതന്ത്രജ്ഞൻ എന്ന നിലയിൽ യുധിഷ്ഠിരൻ ചെയ്തത് ശരിയാകാം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യുധിഷ്ഠിരൻ ചെയ്തത് ശരിയാകണമെന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ ഗ്രന്ഥം ഇന്നലെയോ ഇന്നോ നാളെയോ അടുത്ത നൂറ്റാണ്ടുകളിലോ ഇല്ലാതാകുന്നില്ല. കാരണം ഇതിലുള്ളതേ ഇവിടെ ഈ ലോകത്തുള്ളൂ. കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം പറഞ്ഞത് ചില അനുഭവങ്ങളുമായും ചില ശാപങ്ങളുമായും നമുക്ക് കടന്നു വരാം ഈ അധ്യായത്തിൽ നിന്ന്. എന്തായാലും അനുഭവങ്ങളിലൂടെ നമ്മൾ ഈ ഭാഗത്ത് കടന്നു പോകും. അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളിൽ നിന്ന് ലഭിക്കുന്ന നമ്മുടെ സ്വഭാവത്തിൽ വരുത്തുന്ന പ്രായോഗിക മാറ്റുന്ന പ്രായോഗിക സമീപനങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത അധ്യായം ഉർവശി ശാപം ഉപകാരമായി. അങ്ങനെ ഉപകാരമായി ഒട്ടേറെ ശാപങ്ങൾ മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. ആ ശാപങ്ങളുമായി, രസകരമായ ശാപങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്ത് കടന്നു വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.